ഓം ശാന്തി. ജീവിതത്തിൽ ഉയരങ്ങളിലെത്താൻ വേണ്ടി, ഹൈറ്റ്സിലെത്താൻ, അത് വലിയവർക്ക് അങ്ങനെയുള്ളവർക്കേ പറ്റൂ, അല്ലാത്തവർക്ക് പറ്റില്ല. എന്തെങ്കിലും ദാനം കൊടുക്കാൻ എൻ്റെ കയ്യിലുണ്ടെങ്കിലേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ? ഇങ്ങനെ പലപ്പോഴും പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴും പല രീതിയിലുള്ളതായിട്ടുള്ള മറുപടികൾ എനിക്ക് കിട്ടാറുണ്ട്. ഇന്ന് അവർക്കെല്ലാം വേണ്ടി ഒരു കൊച്ചു കഥ ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും അവർക്ക് മാത്രമല്ല, നമുക്കെല്ലാവർക്കും വേണ്ടി ഒരു കൊച്ചു കഥ ഞാൻ പറഞ്ഞുതരികയാണ്. ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിൽ ദിവസവും തൻ്റെ വാതിൽക്കൽ വന്ന് ഒരാളെപ്പോലും കാലി കൈയായിട്ട് പറഞ്ഞയക്കരുത് എന്ന ദൃഢനിശ്ചയമുള്ള ഒരു രാജാവായിരുന്നു അദ്ദേഹം. എന്നും പ്രഭാതത്തിൽ അദ്ദേഹം തൻ്റെ ദാനം കൊടുക്കാനുള്ളതായിരിക്കുന്ന സമ്പത്തുമായിട്ട് വരും. അദ്ദേഹത്തിൽ നിന്ന് ദാനം വാങ്ങാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ വരുമായിരുന്നു. പലപ്പോഴും ഓരോ ദിവസം കഴിയും തോറും ദാനം വാങ്ങാൻ വരുന്ന ആളുകളുടെ എണ്ണം കൂടി വന്നു. ഒരു ദിവസം ഒരു വൃദ്ധനായ ആളും ആ ദാനം വാങ്ങാൻ വന്ന നാണയത്തുട്ടുകൾ, അഥവാ സ്വർണ്ണ നാണയങ്ങൾ, വെള്ളി നാണയങ്ങൾ പലതും രാജാവ് കൊടുക്കുമായിരുന്നു. അങ്ങനെ നാണയങ്ങൾ വാങ്ങാൻ വന്നവരുടെ കൂട്ടത്തിൽ ഒരു വൃദ്ധനുണ്ടായിരുന്നു. ഒരുപാട് ദൂരെ നിന്ന് വരിയിൽ നിന്ന് ഈ വൃദ്ധൻ ഇവരുടെ അടുത്തെത്തി. അന്ന് ദാനം വാങ്ങാൻ വന്ന ആളുകളുടെ എണ്ണം അൺലിമിറ്റഡ് ആയിപ്പോയി. ആദ്യം വന്ന ആളുകൾ നടന്ന് രാജാവിൻ്റെ ദാനം വാങ്ങാനുള്ള ആ മുന്നിലത്തെ ആൾ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ റോള് വരികയെന്ന് കാണുമ്പോൾ അദ്ദേഹം തൊട്ട് പുറകിൽ നിൽക്കുന്ന ആളെ മുന്നിൽ നിർത്തി വീണ്ടും ആ വരിയുടെ പിന്നിൽ വന്ന് നിൽക്കും. പിന്നെയും നടന്ന് അദ്ദേഹം ആ ലെവലിലെത്തും. എൻ്റെ മുന്നിൽ ആൾക്ക് ദാനം കൊടുത്തെടുത്ത് എനിക്ക് കിട്ടേണ്ടതെന്ന് കണ്ടുവരുമ്പോൾ പിന്നിലുള്ള ആളെ മുന്നിലേക്കാക്കും. പിന്നെ അദ്ദേഹം പിന്നിൽ പോയി നിൽക്കും. അങ്ങനെ ഒരു ദിവസം 4-5 പ്രാവശ്യം പിന്നിൽ പോയി നിന്നിട്ടുണ്ട് ആ വൃദ്ധൻ. സന്ധ്യാസമയം വരെ അന്ന് ദാനം കൊടുത്തുകൊണ്ടേയിരുന്നു. ആ വൃദ്ധൻ ഒരു പ്രാവശ്യം പോലും ദാനം സ്വീകരിച്ചില്ല. എന്നാൽ എല്ലാ സമയത്തും വരിയിൽ വന്ന് വീണ്ടും ചേരുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം അത് തന്നെ സംഭവിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം അത് തന്നെ സംഭവിച്ചു. ഇങ്ങനെ ഒരാൾ കൊട്ടാരത്തിൽ ദാനം വാങ്ങാൻ വന്നിട്ട് ഏറ്റവും പുറകിൽ നിന്ന് വന്ന് മുന്നിലെത്തുമ്പോൾ വേറൊരാളെത്തുക, എന്നിട്ട് കടന്നു പോവുക. അപ്പോൾ ഭടന്മാർക്ക് അയാളുടെ പേരിൽ സംശയമായി. എന്തോ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് തോന്നി. ആ വൃദ്ധനെ പിടിച്ച് രാജസദസ്സിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ രാജാവ് ഈ വൃദ്ധനോട് ചോദിച്ചു, ഇത്തരത്തിൽ പെരുമാറാൻ അങ്ങ് എന്താ ചെയ്തത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദിക്കുക. അപ്പോൾ പറയും, രാജൻ അങ്ങ് ചെയ്ത അതേ കാര്യം തന്നെയാണ് ഞാനും ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കും, ഞാൻ എന്ത് കാര്യം ചെയ്തു, എന്തിനെയാണ് അങ്ങ് പറയുന്നത്? അങ്ങും ദാനം കൊടുക്കുമായിരുന്നു, ഞാനും ദാനം കൊടുക്കുമായിരുന്നു. അങ്ങ് എല്ലാവർക്കും ധനം ദാനം കൊടുത്തു, എൻ്റെ കയ്യിൽ ധനം ദാനം കൊടുക്കാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ചാൻസ് മറ്റുള്ളവർക്ക് വേണ്ടി ദാനം കൊടുക്കുമായിരുന്നു എന്ന്. മനസ്സുണ്ടോ? തീർച്ചയായിട്ടും മാർഗമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണം എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടതായിരിക്കുന്നു. ചെറിയ രീതിയിലെങ്കിൽ ചെറിയ രീതിയിൽ നമ്മുടെ മുന്നിൽ സാഹചര്യം വരാതിരിക്കില്ല. കണ്ടീഷൻ എനിക്കത് നേടണം എന്ന ഉറച്ച നിശ്ചയം നിങ്ങളുള്ളിൽ ഉണ്ടായിരിക്കണമെന്ന് മാത്രം. അതുകൊണ്ട് മനസ്സുണ്ടോ? മാർഗമുണ്ട്. ഏത് കാര്യവും നേടണമെന്നാഗ്രഹിക്കുന്നോ അത് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അതുകൊണ്ട് ഒഴിവ് കഴിവ് പറയാതെ തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് ഉയർന്നു പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ മനസ്സ് ശക്തിശാലിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.